കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ മക്കൾ പുരയിലുണ്ടോ നോക്കണം. ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് മക്കളെ പഠിപ്പിക്കാൻ ആ ഹോസ്റ്റലിൽ പൈസ ഉണ്ടല്ലോ, ഒന്ന് ഒറ്റക്കായി തന്നെ റൂം എടുത്ത് അക്കരെ നിങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ ഒറ്റയായ റൂം തന്നെ വാങ്ങിക്കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം കോടിക്കണക്കിന് ചെലവാക്കുന്നില്ലേ? ഇനി റൂമിന് ഇപ്പത്തെ ഫീസ് നമ്മൾ എടുക്കുന്നില്ലേ? എന്നാൽ എന്റെ ഒരു റൂമിന് ഒരു 4 ആൾ കൂടി ഉണ്ടെങ്കിൽ മാസത്തിന് 3000 കൊടുത്താൽ മതി. സിംഗിൾ റൂം എടുത്താൽ 5000, 6000, 7000 റൂം കിട്ടും. എന്നിട്ട് മകനോട് പറയണം, ഈ റൂമിലെ ഒരൊറ്റ കൂട്ടുകാരനെ നീ അടുപ്പിക്കരുത്. കാരണം എങ്ങനെയുള്ള ആളുകൾ ഇതിനു വേണ്ടി പരസ്യം ചെയ്യുന്ന ആളുകൾ പലതും ഇവിടെ നാടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഞമ്മ പറയുന്നത് കേരളത്തിലെ പറയുന്നത് എല്ലാം കൊന്താവും. ഇതെല്ലാം ഇങ്ങനെ ചെതല് വന്നിട്ട് തിന്നെങ്കിൽ ചെതല് തിന്നത് അറിയുന്നപ്പോ ചെതല് വന്ന് ഉള്ളക്ക് ചെതല് വന്ന് കപ്പറിയുന്ന നല്ല തേക്കിന്റെ മരത്തിന്റെ കള്ളക്ക് നല്ല കുമ്പായതായിട്ട് ലാസ്റ്റ് ഒരിക്കലും ഒന്നാകെ ഒറ്റ വീട്ട് നമുക്ക് അറിയുന്ന അതിന്റെ ഉള്ളതെല്ലാം തിന്നിട്ട് തീർന്നിനി കോളയായി. ഇതുപോലെ എത്രയോ ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ചില ആളുകള് ചില ബാല്യക്കാരുടെ ബോംബക്ക് ഇതൊന്നുണ്ടാവില്ല. പുതിയ സ്പ്രേന്റെ മണം ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം അങ്ങനെയാ പറയുന്നത്. കാരണം ഇത് വെച്ചാല് നല്ല സ്പ്രേ ഉണ്ടാവും. ഈ സ്പ്രേ അടിച്ചിട്ടാണ് പുരക്ക് വരുന്നത്. കാരണം ഇതിന്റെ മണം അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പുതിയ സ്പ്രേന്റെ എന്തെങ്കിലും അത്തരയോ മണം ഉണ്ടെങ്കിൽ ഓരോന്ന് വീക്ഷിക്കണം. ഓരോ 10 വരുന്ന പള്ളിക്ക് പോകുമ്പോ ജുമാക്ക് പോകുമ്പോ സ്പ്രേ അടിക്കാത്തോ, ഇപ്പൊ എന്താ സ്പ്രേ അടിച്ചിട്ട് വന്ന് വേറെ സ്പ്രേ അടിച്ചിട്ട് വന്ന് ഓനെ നിൽക്കണം, അന്വേഷിക്കണം. ബാധ്യതയാണ്. ചിരിക്കണ്ട. ചിരിച്ചിട്ട് പോയാൽ നാളെ അള്ളാഹുവിന്റെ കോടതി മത്സരത്തിലുണ്ട്. നാളെ നിങ്ങളെ കയ്യിൽ നിന്ന് ഇപ്പൊ 1 ഗ്രാമിന് 3000 രൂപ എന്നാ റേറ്റ്. മനസ്സിലാക്കി? 1 ഗ്രാമിന് 3000 രൂപ ആണെങ്കിൽ 100 ഗ്രാംസിന് എത്രയായി? 1 ഗ്രാമിന് 3000. 100 ഗ്രാംസിന് എത്രയായി? 3 ലക്ഷം. 1 കിലത്തിന് എത്രയായി? 1 കിലത്തിന് 100 ഗ്രാംസിന് 3 ലക്ഷം. 30 ലക്ഷല്ലേ? 30 ലക്ഷം രൂപ 1 കിലത്തിന്. എന്താ 30 ലക്ഷത്തിന് പൊന്നത്തെടുക്കും, മുത്തുരത്നത്തെടുക്കും. 1 ഗ്രാമിന് ഇങ്ങനെ വിലയുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് പൈസ ഉണ്ടാക്കുന്നത്? 10ഉം 12ഉം വയസ്സായ മക്കളടക്കം ഇതിന് കഞ്ചാവിന് മറ്റുള്ള കാര്യങ്ങൾക്ക് എഡിറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോ ഈ സമുദായത്തിന്റെ രക്ഷിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ആരെയും മക്കളെ ഈ ചില ആളുകൾക്ക് ജിബ്രീലിനെങ്കിലും മോനെ വിശ്വാസം ജിബ്രീൽ ചിലപ്പോ എന്തെങ്കിലും അപ്പുറം പ്രാക്കിട്ടുണ്ടാവും പറയും. അള്ളാഹു കാക്കട്ടെ. എന്റെ മോനെ ചൊല്ലിയാറില്ല. ഈ ഒരു പഴയകാല തലമുറ നന്നായത് എന്തുകൊണ്ടെന്നറിയോ? പഴയകാല തലമുറ നന്നായത് എന്തുകൊണ്ടെന്നറിയോ? വെറും ഉപ്പവുമാനെ പേടിച്ചിട്ടല്ല. നാട്ടിലെല്ലാവരും പേടിയായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ എല്ലാവരും പേടിയുണ്ടായില്ലേ? ഉണ്ടായി. നമ്മളെ പള്ളിയിൽ പോയിട്ട് കൊണ്ടുമ്പോ എല്ലാവരും പേടി. അങ്ങോട്ടും കിട്ടും, ഇങ്ങോട്ടും കിട്ടും, അങ്ങോട്ടും കിട്ടും അടി, അല്ലെ? അങ്ങനത്തെ ഒരു കാലം ഉണ്ടായി. റോഡിൽ പോയിട്ട് നടക്കാൻ നമുക്ക് പേടിയുണ്ടായിരുന്നു. ആരെ കണ്ടാലും നമുക്ക് പേടിയുണ്ടായിരുന്നു. ഇന്നോ ആരും പേടിയില്ല. അപ്പമ്മൻ എങ്ങനെയില്ല. കുറച്ചു കാലം കുറച്ചു മുന്നേ ഒരു ഉസ്താദന്മാരെ പേടിയുണ്ടായി. അത് മാഷന്മാരെ എങ്ങനെയില്ല. അത് പോയി. അത് മാഷന്മാർ തന്നെ അധ്യാപകന്മാർ അല്ലാന്നാണ് കുട്ടികൾ. എന്നാൽ ഈ ഒരവസ്ഥയിൽ നമ്മൾ മാറണം. മക്കൾക്ക് ആരെങ്കിലും നല്ല ഉപദേശിച്ചാൽ അവനെ പ്രോത്സാഹിപ്പിക്കണം. എന്റെ മോനെ നല്ല ബുദ്ധി കൊടുത്തത് നീനാണ് മോനെ. ഞമ്മ കേൾക്കുന്നങ്ങനെ നിന്റെ മോനെ തരും നല്ലതാണ്, നിന്റെ മോനെ എന്തുണ്ടോ ഇങ്ങനെ പറഞ്ഞ് ഈ ആരെ മുമ്പിൽ പറയുന്നേ? ഈ മോന്റെ തന്നെ ചെന്ന് നിന്റെ മോനെ പേർപ്പെട്ട നീനാണല്ല നിന്റെ മോൻ പിറ്റുന്ന. അന്ന് മോന് കുറച്ച് മോന് സിഗരറ്റ് വലിച്ചിട്ട് പിറ്റുന്ന മോൻ എന്തായി? ഉപ്പ നമുക്ക് സപ്പോർട്ട് എടുത്തിട്ട് ഡബൽ സിഗരറ്റ് ഒക്കെ വെച്ചോണ്ട് വരും. എന്റെ ഉപ്പ ഞാൻ സപ്പോർട്ട്. ഈ രീതി വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മുതലിന് സമ്പ്രദായ ആളുകൾ മയക്കുമരുന്ന് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടൂല. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കിയ ആളുകൾ. മാതാപിതാക്കളെ അടങ്ങേറാക്കിയവരാരെങ്കിലും ഉണ്ടോ? ഉപ്പ ഉമ്മാന് പൊരുത്തമില്ലാത്തവരുണ്ടോ? ഇനി ഹയാത്ത് കാലത്ത് എന്തെങ്കിലും ഉപ്പ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് 21ാമത്തെ രാത്രിയാണ് വരാൻ പോകുന്നത്. ഇന്ന് അവസാനത്തെ 10ലേക്ക് ഇന്ന് നമ്മൾ മഗ്‌രിബോട് കൂടെ പ്രവേശിക്കുന്നു. ഒരുപക്ഷേ 21ന്റെ രാത്രിയായിരിക്കാം ലൈലത്തുൽ ഖദർ. ഉപ്പ ഉമ്മാനെ വേദനിപ്പിച്ചവരുണ്ടോ? ജീവിതകാലത്ത് ചിലപ്പോ നമ്മൾ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും അവർ ഇടങ്ങേറാക്കിയിട്ടുണ്ടാവും. ആ ഉപ്പ മരിച്ചിട്ട് ആ കണ്ണുനീരോട് കൂടെ മരിച്ചുപോയ എത്രയോ മാതാപിതാക്കൾ ഉണ്ടാകാം.
ഖബർസ്ഥാനിൽ അവരെ കണ്ണുനീരിന്റെ ആ തുള്ളി നീര് 7 ഭൂമി വരെ ആണ്ടുപോകുന്നുണ്ടാകാം. ഒരുപക്ഷെ തന്റെ മകനെ ഓർത്തുകൊണ്ട് മകന്റെ ആർഭാടഭദ്രമായ ജീവിതം നയിക്കുമ്പോഴും ഈ മകൻ ഉമ്മാന്റെ ഖബറിന്റെ അടുക്കലേക്ക് വന്നിട്ട് സലാം പറയാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ദുനിയാവ് മാത്രം ചിന്തിച്ച് നടക്കുന്ന മക്കളുടെ കാര്യം ഓർത്തുകൊണ്ട് കരയുന്ന മാതാപിതാക്കൾ ഖബറിലുണ്ടെങ്കിൽ ആ ഖബറിന്റെ അടുക്കലേക്ക് പോയിരുന്നിട്ട് ഉമ്മാക്കൊരു അസ്സലാമു അലൈക യാ ഉമ്മി, അസ്സലാമു അലൈക യാ അബി, ഉമ്മാനോട് ഹയാത്ത് കാലത്ത് തലയണിയുടെ അടുത്തിരുന്നു കൊണ്ട് ആ ഉമ്മയോട് രഹസ്യം പറയുന്നത് പോലെ ഉമ്മാന്റെ മുമ്പിൽ ആ ഖബറിന്റെ ആ തലഭാഗത്തിരുന്നു കൊണ്ട് ഒന്ന് എണ്ണിട്ട് പറ, പടച്ചോനെ എന്റെ ഉമ്മ മരിച്ചിട്ട് കൊല്ലം 40 കൊല്ലമായി, ഈ മകൻ എനിക്കും നാളെ മരിച്ചിട്ട് ഖബറിന്റെ അടുക്കൽ വരാനായിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ നിങ്ങളോട് ഞാൻ എന്റെ ജീവിതകാലത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എനിക്ക് ലൈലത്തുൽ ഖദർ കിട്ടണമെങ്കിൽ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ നടക്കൂല. ഒരു യാസീൻ ഓതിയിട്ട് ആ ഉമ്മക്ക് വേണ്ടി അലി ചെയ്തിട്ട് ആ ഖബറിന്റെ അടുത്ത് ദുആ ചെയ്താൽ അത് നിനക്ക് ഉമ്മാന്റെ പൊരുത്തം കിട്ടാൻ നിനക്ക് വഴിയായിരിക്കാം. അങ്ങനെ ഹയാത്തുള്ള ഉപ്പമാരുണ്ടോ അവരോട് അവരോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും മാനസികമായ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദർ കിട്ടണം, ഇനിയുള്ള ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദർ കിട്ടണം, ഉപ്പാനോട് എന്ത് വേണമെങ്കിലും ഉപ്പയാണ് ഉമ്മയാണ്, അവരുടെ കാലിന്റെ അടിയിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ. മഹാനായ ലുഖ്മാനുൽ ഹകീം തങ്ങളോട് സ്വർഗത്തിന്റെ മണ്ണ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ കാലൊന്ന് പൊക്കിത്തരുമോ? അങ്ങനെ കാലിന്റെ അടിയിലേക്ക് ഒരു പേപ്പർ പിടിച്ചിട്ട് ഉമ്മാന്റെ കാലിന്റെ അടിയിൽ പറ്റിപ്പിടിക്കുന്ന പൊടി മണ്ണുകൾ എടുത്തുകൊണ്ട് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ഉമ്മാക്ക് കൊണ്ട് പോയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ എന്റെ സ്വർഗ്ഗം എനിക്ക് ദുനിയാവിൽ കിട്ടിയ സ്വർഗത്തിന്റെ മണ്ണിലാണ്, ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് മകന്റെ സ്വർഗ്ഗമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പഠിപ്പിച്ച ആ നബി തങ്ങളുടെ അനുയായികളായ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ, മാതാപിതാക്കളെ ബേജാറാക്കിയവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടൂല. എന്തുണ്ടെങ്കിലും പൊരുത്തപ്പെടിക്കുക. ഏത് ക്രൂര മാതാപിതാക്കളാണെങ്കിലും പോയിട്ട് ഉമ്മ അറിയാതെ വന്നുപോയി എനിക്ക് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടാത്ത മാതാപിതാക്കൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. വിശദീകരിക്കാൻ സമയമില്ല. മൂന്നാമത്തെ വിഭാഗം കുടുംബബന്ധം മുറിച്ച ആളുകൾ. പല പ്രാവശ്യം പറഞ്ഞതാണ്, എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകാം, നമ്മുടെ കുടുംബത്തിലുണ്ടാകാം, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചൊടിച്ചു നിൽക്കുന്ന ആളുകൾ. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബബന്ധം മുറിച്ചവരുണ്ടോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗം നമുക്ക് വേണ്ടി എപ്പോഴാ മരിക്കുമെന്ന് നമുക്കറിയില്ല, എത്രയാണ് നമ്മുടെ ആയുഷെന്നറിയില്ല, അടുത്ത ലൈലത്തുൽ ഖദർ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് കുടുംബത്തിൽ ആരോടെങ്കിലും തമ്മിൽ ചൊടിയോ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് ഒന്ന് പൊരുത്തപ്പെടിക്കാനുള്ള അവസരം ഉണ്ടാവുക, ഒന്ന് നന്നാകുക, കുടുംബബന്ധം ചേർക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിലുള്ളതാണ്. കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. എത്ര ആളുകൾ കുടുംബത്തിൽ ജ്യേഷ്ഠനെ കണ്ടാൽ മുണ്ടാത്ത അനുജനെ കണ്ടാൽ മുണ്ടാത്ത ജ്യേഷ്ഠൻ, ആങ്ങളെയും പെങ്ങളും ചൊടിച്ചവർ, അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഒരുപാട് ആളുകൾ ചൊടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ നമുക്കൊക്കെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം വേണം. അതാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് ആ കാര്യം കൊടുക്കണം. നാലാമത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മുശാഹിനാണ്. മുശാഹിനായ മനുഷ്യന് സ്വർഗ്ഗത്തിൽ അവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടൂല. അവനിൽ മുശാഹിൻ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് മുശാഹിൻ? അത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 3 ദിവസത്തിനേക്കാൾ കൂടുതലായിട്ട് ഒരു മുസ്ലിമായ മനുഷ്യനോട് പിണങ്ങി നിൽക്കുന്നവരാരോ അവരാണ് മുശാഹിനായ മനുഷ്യൻ. അവർ സ്വർഗ്ഗത്തിൽ പോകൂല, അവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടൂല. അവൻ എത്ര തസ്ബീഹ് ചൊല്ലിയിട്ടും എത്ര ഖുർആൻ ഓതിയിട്ടും എത്ര ഖത്മുൽ ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് പരസ്പരം വെറുപ്പുകൾ, വിദ്വേഷങ്ങൾ, നല്ല സ്വഭാവം കൽബോടുകൂടെ, നല്ല നിഷ്കളങ്കമായ മനസ്സോടുകൂടെ, വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ നല്ല നിലക്കുള്ള ജീവിതം നയിച്ചുകൊണ്ട് മരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ലൈലത്തുൽ ഖദർ കിട്ടാനുള്ള പണിയെടുക്കണം. സ്വർഗ്ഗം നമുക്ക് കിട്ടണം. ഇത് ിന്റെ 10 അല്ലാഹു സ്വർഗ്ഗം കോടാനക്കോടി ജനങ്ങൾക്ക് സ്വർഗ്ഗം കൊടുക്കുന്ന 10. ഈ ഓരോ രാത്രികൾ ഇതിന്റെ ഇനിയുള്ള ദിവസങ്ങൾ രാപ്പകലുകൾ ജമാഅത്ത് നിസ്കാരം കൃത്യമായി നിർവഹിച്ച് തറാവീഹ് ഒഴിവാക്കാതെ, സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാതെ, അനാവശ്യമായ വാക്കുകൾ പ്രവർത്തനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കഴിയുന്നതും കൂടുതൽ സമയം. ഇതുവരെ 10 മിനിറ്റാണ് പള്ളിയിലേക്ക് മുമ്പ് വന്നതെങ്കിൽ 20 മിനിറ്റ് മുമ്പ് ഓരോ നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞാൽ ആ ഒരു 5 വക്തിന് വരുമ്പോൾ 1 മണിക്കൂർ അവിടെ ഇത്തിഖാഫ്
അള്ളാഹു നമുക്ക് സേവാക്കാൻ കഴിയും. ഇങ്ങനെ നമുക്ക് മനസ്സുണ്ടോ? ഒരുപാട് വിളികളുണ്ട്. എത്രയോ മുഖാമികളായ ആളുകൾ സ്വർഗം കരസ്ഥമാക്കിയത് എങ്ങനെയാണ്? മഹാന്മാരായ സ്വഹാബത്ത് ചെറിയൊരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ബറക്കത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹത്തുക്കളായ സ്വഹാബത്തൊക്കെ സ്വർഗം കരസ്ഥമാക്കിയത് എങ്ങനെയാ? ഈ ദുനിയാവിന് വേണ്ടി അവർ ജീവിച്ചവരായിരുന്നില്ല. അവർ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, ദീനിന് വേണ്ടി കഠിന ത്യാഗം ചെയ്ത മഹത്തുക്കളായ സ്വഹാബത്ത്. ബദരീങ്ങളുടെ കഥകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടല്ലോ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പണം നടത്തിയ മഹത്തുക്കളായ ബദരീങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടിയത് ആ ബദരീങ്ങളുടെ അവർ ദുനിയാവിന് വേണ്ടി സമ്പാദിച്ചത് കൊണ്ടല്ലോ. അവർ ആഖിറത്തിന് വേണ്ടി, ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹത്തുക്കളായ സ്വഹാബത്ത്. മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ മിത്രവ്യനാണ്. ആ മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്ന കഥകൾ ഇതെല്ലാം നമ്മൾ കേട്ടുപോയാൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സുകൊണ്ട് പറയും, പടച്ചോനെ, ഞാൻ എങ്ങനെ സ്വർഗം ചോദിക്കും? എനിക്ക് സ്വർഗം ചോദിക്കാൻ എന്തുണ്ട്? എന്റെ സ്വർഗം ചോദിക്കാൻ എന്റെ കയ്യിൽ എന്ത് അമലാണുള്ളത്? മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനെ ഒരുക്കി നിൽക്കുന്നു. അങ്ങനെ കൊടി കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ കാണുന്നില്ല. മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അയ്ന ജഅഫർ ഇബ്നു തയ്യാർ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എവിടെ ജഅഫർ? ജഅഫർ റളിയല്ലാഹു അൻഹു എന്തോ ഒരു ആവശ്യത്തിൽ വീട്ടിൽ ബാക്കിയാണ്. സ്വഹാബത്ത് പോയി ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങളെ കൊണ്ടുവരാൻ. മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു, യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പോകണം. ഇന്ന് നമ്മൾ ജോർദാൻ യാത്രയിൽ കണ്ടതാണ് യുദ്ധത്തിന്റെ രണഭൂമി. ആ മൂന്ന് സ്വഹാബത്തിന്റെ ഖബറുകൾ നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും പോകാനും സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. പണമുള്ള ആളുകളോട് പറയുന്നു, മക്കത്തേക്ക് ഹജ്ജിനും ഉംറയ്ക്ക് പോയി കഴിഞ്ഞവരോട് പറയുന്നു, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇത്തരം പുണ്യ സിയാറത്തുകളിൽ നിങ്ങൾ പോകണം. അതുപോലെ തന്നെ ഫലസ്തീനിൽ നമുക്ക് പോകാൻ സാധിക്കുമോ എന്നറിയില്ല. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ മണ്ണ്, അതുപോലെ തന്നെ ഫലസ്തീനിന്റെ, ഈജിപ്തിന്റെ, ഇറാഖിന്റെ മണ്ണുകളിലൂടെ ഒരുപാട് മഹാന്മാരായ നബിമാരുടെ മഹത്തുക്കളായ സ്വഹാബത്ത് യുദ്ധത്തിന്റെ രണഭൂമി അങ്ങനെ തന്നെ ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയായി ഇന്നും നമുക്ക് അതിന്റെ അമീർമാർ നമുക്ക് കാണിച്ചു തന്നു. അവിടെ ബസ് സ്റ്റോപ്പ് ചെയ്തു, അവിടെ ആ സ്ഥലം നോക്കി. ഇന്നും ഉണങ്ങിക്കിടക്കുന്ന മരുഭൂമി. 1400 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എങ്ങനെയായിരിക്കും ആ ഭൂമി? അവിടത്തേക്ക് എത്രയോ കിലോമീറ്റർ ദൂരത്തേക്ക് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് മഹാന്മാരായ സ്വഹാബത്തിനെ നയിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങളെ വിളിച്ചു. മഹാനായ ജഅഫർ തങ്ങൾ അവിടെ എത്തി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതാ ഈ പട്ടാളത്തെ, ഈ സ്വഹാബത്തിനെ കൊണ്ട് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പോകണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഒരു കൊടിയുണ്ട്. ആ കൊടി മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സയ്യിദ് ഇബ്നു ഹാരിസ കാലം ഷഹീദായി പോയാൽ ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങൾക്ക് കൊടി പിടിക്കണം. എന്നിട്ട് ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങൾ കൊടി ഷഹീദായാൽ അതാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു റവാഹ എന്ന ഒരു ആ സ്വഹാബിയെ വിളിച്ചിട്ട് നിങ്ങൾ ആ കൊടി പിടിക്കണം. 3 സ്വഹാബത്ത് ഷഹീദായാൽ പിന്നീട് 4ാമത് നിങ്ങൾ ശൂറ കൂടിയിട്ട് ഒരു അമീറിനെ തിരഞ്ഞെടുക്കണം. 3 ആളുകളുടെ പേര് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. മഹാന്മാരായ സ്വഹാബത്ത് ഉറപ്പിച്ചു പറഞ്ഞു, ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഒരു ജൂതനായ മനുഷ്യനുണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ആ ജൂതൻ ആ ഈത്തപ്പന മരത്തിന്റെ ആൺപൂവിനെ എടുത്തിട്ട് പെൺപൂവിലേക്ക് ചേർക്കുന്ന ഒരു അറബികളുടെ ഒരു സംസ്കാരമുണ്ട്, സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈത്തപ്പനം കൂടുതൽ പഠിക്കാൻ വേണ്ടി ആൺപൂവിനെ ആൺകൊലയെ പെൺകൊലയിലേക്ക് ജോയിന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജൂതൻ ഇത് കേട്ടു. ആ കേട്ടപ്പോ അവിടുന്ന് ആ ജൂതൻ പറഞ്ഞു, വല്ലാഹി ഈ 3 പേരും ഷഹീദാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് ഷഹീദാകുമെന്ന് അവർ മരിച്ചാൽ, ഷഹീദായാൽ എന്ന് പറഞ്ഞാൽ അത് ഷഹീദാകുമെന്ന് ഉറപ്പാണെന്ന് ആ ജൂതൻ പറഞ്ഞു. സ്വഹാബത്ത് മുഴുവനും ഉറപ്പിച്ചു. മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങൾ ഉറപ്പിച്ചു, ജീവിതത്തിൽ തിരിച്ചു വരാനില്ല. അങ്ങനെ തന്റെ വീട്ടിൽ തൻ പള്ളിയിൽ നിന്ന് പോയി പിറ്റേ ദിവസം രാവിലെ യുദ്ധക്കളത്തിലേക്ക് സമയ നിസ്കാരം കഴിഞ്ഞിട്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാം. സ്വഹാബത്ത് സന്തോഷത്തോടെ പോകുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് തന്റെ ഭാര്യയോട്, തന്റെ പിഞ്ചു മക്കളോട് സലാം പറഞ്ഞുകൊണ്ട് പറയുന്നു, അവിടെ വരുന്നു. കണ്ണുനീര് കുലിപ്പിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ നിന്നല്ല, വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് കണ്ണെത്താ ദൂരത്തോളം വന്നു നോക്കി. എന്നിട്ട് ആ വീടിനെ നോക്കിയിട്ട് മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങൾ അവിടെ വീടിനെ നോക്കിക്കൊണ്ട് പറയുന്നു, യാ മദീന, ഈ മദീനയിലേക്ക് ഈ ജഅഫറിനെ മടക്കമില്ല. എന്റെ പിഞ്ചു മക്കളെ അനാഥകളാക്കിക്കൊണ്ട് ഞാൻ ഇതാ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പോകുന്നു. ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വരാനില്ല. എന്റെ ഭാര്യ വിധവയാണ്. ഇനി എപ്പോഴാണ് ഇവർ കാണുന്നത്? എന്റെ സ്വർഗ്ഗലോകത്തിലല്ലാതെ ഇവരെ കാണാനില്ല. സങ്കടത്തോട് ദുഃഖത്തോട് വീട് നോക്കിയിട്ട് മഹാനായ ജഅഫർ ഇബ്നു താലിബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് പോകുന്നു. അങ്ങനെ മദീനയിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയെ പോയാൽ യാത്ര പോകുമ്പോൾ സ്വഹാബത്തിനോട്, ബാക്കിയുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു, ഇനി നമ്മൾക്ക് ദുനിയാവിൽ കാണാനില്ല. കാരണം സ്വഹാബത്ത് ഉറപ്പിച്ചിട്ടാണ് പോയത്, അല്ലാഹുവിന്റെ റസൂൽ ഷഹീദായാൽ എന്ന് പറഞ്ഞാൽ ഞാൻ
ഞാൻ ഷഹീദ് തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ അതാ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ മൊത്തത്തിന്റെ രണാങ്കൾ ജോർദാനിന്റെ ഭൂമിയിലേക്ക് എത്തി. ഇന്ന് ജോർദാനാണെങ്കിലും ഇന്നെല്ലാം അതിനുശേഷമാണ് ഇത് രാജ്യങ്ങളൊക്കെ അതിർത്തികളൊക്കെ തിരിച്ച് നമുക്കറിയാം, അതൊന്നും പറയേണ്ട വിഷയമല്ലല്ലോ. അങ്ങനെ ആ മൊത്തത്തിന്റെ രണാങ്കളൊക്കെ എത്തി. മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അതാ അവിടുന്ന് കൊടിയെടുത്തുകൊണ്ട് യുദ്ധത്തിന്റെ ക്യാപ്റ്റനായി അങ്ങനെ അവിടുന്ന് ബഹുമാനപ്പെട്ടവർ അവിടുന്ന് ഷഹീദായി. മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് യുദ്ധക്കളത്തിലേക്ക് ചാടി വീഴുകയാണ്. ആ ചാടി വീണ മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു വലത് കൈയിൽ പിടിച്ചിട്ട് യുദ്ധം ചെയ്തു. ഇടത് കൈ അവിടുത്തെ കൈയെ അവർ വെട്ടിക്കളഞ്ഞു ശത്രുക്കൾ. എന്നിട്ട് ഇടത് കൈ കൊണ്ട് യുദ്ധം ചെയ്തു. അങ്ങനെ അവസാനത്തിന്റെ പോർക്കളത്തിൽ ഈ ദീനിന് വേണ്ടി ഷഹീദായ മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല ഇന്നും മദീനയിലല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ട കൂട്ടുകാരനായ ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു ഖബറ ജോർദാനിലാകാൻ കാരണം യുദ്ധക്കളത്തിലേക്ക് പോയതുകൊണ്ടാണ്. നേരെ സമമായി തർത്തീബായിട്ട് താഴെയും ഇതുമായിട്ട് ഒരേ ലൈനിലാണ്, കുറച്ച് ദൂരമായിട്ടാണ്, ഒറ്റ ഇതുകൊണ്ട് നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിലാണ് ആ മൂന്ന് മഹാന്മാരുടെ മക്ബറ. അതെല്ലാം നല്ല ഉയർത്തി കെട്ടിയിട്ടുണ്ട്, നല്ല മക്ബറയാണ്. നമ്മളൊക്കെ വിചാരിച്ചതുപോലെ ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമാണ് മക്ബറയുള്ളത്, ദർഗയുള്ളതൊന്നും ആരും പറയണ്ട. അതെല്ലാം നല്ല കെട്ടിപ്പടുത്തിട്ട് സിയാറത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ട് എല്ലാ നല്ല സംവിധാനത്തോടു കൂടിയാണ് ഇന്നും അവിടുത്തെ ഗവൺമെന്റ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഷഹീദായി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മൂന്ന് പേരും യുദ്ധക്കളത്തിൽ ഷഹീദായി. അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം കൊണ്ട് പറഞ്ഞത് അവിടെ നിന്ന് പുലർന്നു. എന്നിട്ട് ഇതാ മൂന്നാമത് നാലാമത് ഒരു ക്യാപ്റ്റൻ സെലക്ട് ചെയ്തിട്ട് അവരെല്ലാം കൂടിയിട്ട് ഒരു അമീറിന്റെ സ്ഥലത്ത് യുദ്ധം കഴിഞ്ഞു. അങ്ങനെ ചുരുക്കി പറയുകയാ, നേരെ മദീനയിലേക്ക് സ്വഹാബത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്ത് മദീനയിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് ആരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തിനോട് അഭിസംബോധന ചെയ്തു. സ്വഹാബത്തെ ഇതാ ഉമ്മത്തിലേക്ക് പോകുന്ന സ്വഹാബത്ത് പോയ സ്വഹാബത്ത് ഇതാ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇഷ്ട കൂട്ടുകാരനായ ജഅഫർ, അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ അടക്കമുള്ള ഒരുപാട് സ്വഹാബത്തിന്റെ പേര് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ അവരെല്ലാം ഷഹീദായിരിക്കുകയാണ്, അവരുടെ മക്കള് അവരെ തീമീങ്ങളാണ്, അവരുടെ ഭാര്യമാർ വിധവകളാണ് എന്ന് പറഞ്ഞിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനെ കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങളുടെ അടുക്കലെ വീട്ടിലേക്ക് പോകുന്നു. നോക്കുമ്പോൾ ചരിത്രം പറയുന്നു, ഏതൊരു ഹൃദയമുള്ളവന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന കഥയാണ്. മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങളുടെ ഭാര്യ ഗോതമ്പത്തിന്റെ മാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ചരിത്രം. ഗോതമ്പത്തിന്റെ മാവ് പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിന്? യുദ്ധത്തിലേക്ക് പോയാൽ വരാനുള്ള സമയമായി. കാരണം അവർ റൊട്ടി ഉണ്ടാക്കിയാൽ ദിവസങ്ങളോളം സൂക്ഷിച്ചു വെക്കാനുള്ളതാണ്. ഇന്നത്തെ പോലെ ഇന്നുണ്ടാക്കിയത് ഇന്നേക്ക് മാത്രമല്ല, ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കിയാൽ ഒരുപാട് ദിവസങ്ങളോളം സൂക്ഷിച്ചു വെച്ചാൽ ഭർത്താവ് യുദ്ധക്കുളത്തിലേക്ക് പോയിട്ടുണ്ടല്ലോ, ആ യുദ്ധക്കുളത്തിലേക്ക് പോയിട്ട് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ അവിടുത്തെ ഭാര്യ നല്ല റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും മദീനത്തെ പള്ളിയിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ ചിന്തിച്ചു, എന്താണ് റസൂലുള്ളാഹി തങ്ങൾ അപരിതമായ നിലക്ക് ഒരു വരവ്, സാധാരണ ഇല്ലാത്തതുപോലെ വിപരീതമായിട്ട് ഒരു വരവെന്താണ്? അങ്ങനെ ബഹുമാനപ്പെട്ട മഹദി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളെയും നല്ല യതീമികളായ മൂന്ന് മക്കളെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വിളിച്ച് തലോടിക്കൊണ്ട് ആ മക്കളോട് പറയുന്നു, മക്കളെ ഇനി നിങ്ങൾക്ക് ഉപ്പാന്റെ സ്ഥാനത്താണ് ഞാൻ, ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാ സംരക്ഷണം ഞങ്ങളാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ തലോടിച്ചുകൊണ്ട് ആ യതീമികളായ മക്കളെ തലോടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഭാര്യയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇതാ നിന്റെ ഭർത്താവ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഷഹീദായിട്ടുണ്ട്. ആ പെണ്ണുങ്ങൾ ഭക്ഷണം നോക്കാൻ വേണ്ടി ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിന്റെ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ മരണ വാർത്ത കേട്ടപ്പോൾ ആ ഭാര്യ പറഞ്ഞത്, അല്ലാഹുവേ എന്റെ ഭർത്താവ് പോയതിൽ എനിക്ക് സങ്കടമുണ്ടെങ്കിലും എന്റെ ഭർത്താവ് ദീനിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടിട്ട് ഷഹീദായതല്ലേ, ആ ദുഃഖം അവിടെ നിന്ന് താങ്ങാൻ കഴിയാതെ കരഞ്ഞു പോയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സമാധാനിപ്പിച്ചു. ഇതാ ഇങ്ങനെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത സ്വഹാബത്ത് അവരെല്ലാം കെട്ടിയുണ്ടാക്കിയ ദീനാണ് ഈ ദീന്. അവരെല്ലാം അധ്വാനിച്ചത് കൊണ്ടാണ് ദീനുണ്ടായത്. അവരുടെ സ്വത്ത് നോക്കാതെ, ഭാര്യമാരെ നോക്കാതെ, മക്കളെ നോക്കാതെ, പിഞ്ചു മക്കളെ വിട്ടിട്ട് ഹജ്ജിന് പോകുമ്പോൾ പോലും മക്കളെ വിട്ടു പോകാൻ കഴിയാത്ത നമ്മൾ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരാഴ്ചയുടെ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ മറ്റുള്ള നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ ഒരു യാത്ര നമ്മൾ ലക്ഷ്യസ്ഥാനത്തിന് എത്തുന്നതിന് മുമ്പ് 10-20 വട്ടം വീഡിയോ കോൾ ആക്കി മക്കളെ നോക്കിയില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. ആ മക്കളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. ഇങ്ങനെയുള്ള മക്കളെല്ലാം അനാഥകളാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ കെട്ടിപ്പടുത്ത മഹത്തുക്കളായ സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ പൊരുത്തം നമുക്ക് വേണോ? ആ
സ്വഹാബത്തിന്റെ തൃപ്തി നമുക്ക് വേണോ? അവരുണ്ടാക്കിയ ദീനിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അവരുണ്ടാക്കിയ ദീനിന്റെ തണലുകളാകണം നമ്മൾ, തണൽ മരങ്ങളാകണം. ദീനിനെ പൊളിക്കുന്നവരാകരുത്, ദീനിനെ തകർക്കുന്നവരാകരുത്. ദീനിനെ തകർക്കുന്നവന് അവൻ ഏവനാണെങ്കിലും ശരി, എങ്ങനെയുള്ളവനാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ ദീനിന്റെ വിരോധിയാണോ അവന്റെ കൂടെ നിൽക്കരുത്. അവന്റെ കൂടെ നിന്നാൽ നാളെ അവന്റെ കൂടെ ആയിരിക്കും നീ പോവുക. നാളെ ആരാണ് നിസ്കാരം ഉപേക്ഷിച്ചവന് ഫാറൂന്റെ കൂടെ, ആമാന്റെ കൂടെ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞതുപോലെ ദീനിനെ തകർക്കുന്നവൻ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും ശരി, എത്ര വലിയ ചങ്ങായിയാണെങ്കിലും ശരി, എത്ര വലിയ ഫ്രണ്ട്ഷിപ്പിനുണ്ടെങ്കിലും ശരി, അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ അവർക്ക് സപ്പോർട്ട് നിൽക്കരുത്. കാരണം അള്ളാഹുവിന്റെ ദീനിനെ ഇവിടെ ഉണ്ടാക്കേണ്ടത്, ഇവിടെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ദീനിന്റെ കാവൽക്കാരാകണം. ഇല്ലെങ്കിൽ ഈ മഹത്തുക്കളായ സ്വഹാബത്തിന്റെ പൊരുത്തം നമുക്ക് വേണോ? അതിലേക്ക് നമ്മൾ സഹായിക്കണം. ദീനിയായ നിലക്ക് ജീവിക്കണം, ഉഖ്റവിയായ നിലക്ക് ചിന്തിക്കണം, അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങണം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10 ഓരോ രാത്രികളും പകലുകളും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണമെന്ന് എന്റെ നഫ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് 2 വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ സൽക്രമമായി കബൂലാക്കണം റഹ്മാനേ.